ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കിംഗ് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോളയുടെ റെസിപ്പി നോക്കിയാലോ. ഞാൻ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് വൈകിട്ട് ചായക്ക് കടിയായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. അതൊരു നോമ്പ് കാലത്തിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ളൊരു പോളയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സവാള, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് ബീഫ് കുറച്ച് കുരുമുളകും ഉപ്പും ഗരം മസാലയും മാത്രം ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം. ഈ മസാലയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയമുണ്ട്. ഞാനതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഒരു കപ്പ് മതിയാവും. നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചിനും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര തൊട്ട് 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. മസാലയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാട്ടോ, കാരണം ഇത് മക്കൾക്കൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ അധികം എരിവാക്കിയിട്ടില്ല. ഇത് മൈൽഡായിട്ടുള്ള എരിവേ ഉള്ളൂ. കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ നമുക്ക് കൂടുതൽ ചേർക്കാം. പച്ചമുളക് കൂടുതൽ ചേർത്താലും മതിയാവും. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ടില്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ബീഫ് വേവിച്ചിരിക്കുന്നതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്രഷ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് ബീഫാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഉപ്പായി പോകട്ടോ. അതുകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാല എല്ലാം കൂടെ ഈ ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്ത് എടുത്താൽ മതിയാവും. ഒത്തിരി നേരം ഒന്നും മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ്, കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പോള ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കണം. അതിന് മുന്നായിട്ട് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് നമ്മൾ ചേർത്തിട്ട് നമുക്ക് ഇതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കെച്ചപ്പ് ചേർക്കാം, ചീസ് ഇഷ്ടമാണെങ്കിൽ ചീസ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനതൊന്നും ചേർക്കുന്നില്ല. അതിപ്പോൾ നമ്മൾ ഒരു നാച്ചുറൽ ഒരു നാടൻ ടേസ്റ്റുള്ള പോളയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയാണ് കേട്ടോ. 3 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കൂടിയും കുറഞ്ഞും ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി വേണ്ടത് നമുക്ക് മൈദയാണ്. 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 3/4 കപ്പ് പാലാണ് കേട്ടോ. എനിക്ക് ഈ പാലിൻ്റെ മൈദയുടെയൊക്കെ അളവ് കറക്റ്റായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ ഈ അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതലായി പോരുത്. ഇനി നമുക്ക് വേണ്ടത് പഴയ ഒരു പാനാണ് കേട്ടോ. ഒരു പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇപ്പം പോള തയ്യാറാക്കാൻ പോകുന്ന പാത്രം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 കഷ്ണം ബട്ടർ ഇട്ട് ആ ബട്ടർ എല്ലാ സൈഡിലേക്കൊന്ന് പറ്റിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന മൈദയുടെ മിക്സ് പകുതി ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. 2 മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, ബീഫിൻ്റെ മിക്സ് മുഴുവനായിട്ടും പരത്തി ഇട്ട് കൊടുക്കാം. അതിലെല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചില ഭാഗത്ത് കൂടുതലായി പോരാ. അന്നേരം നമ്മൾ പോള റെഡിയായി കഴിയുമ്പോൾ അവിടെ ഇവിടെയും ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇട്ട് കൊടുക്കുക. ഇതിൽ മാവിലാണെങ്കിലും നമ്മുടെ മിക്സിലാണെങ്കിലും ഉപ്പ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് കുറേശ്ശെ ആദ്യം ചേർക്കുക കേട്ടോ. അതിനുശേഷം ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ ബീഫിൻ്റെ മിക്സ് മുഴുവൻ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിൻ്റെ ബാക്കി ഇതിന് മുകളിലേക്ക് എല്ലായിടത്തേക്ക് ചെല്ലുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ സൈഡെല്ലാം ഒന്ന് കവർ ചെയ്യുക കേട്ടോ. അന്നേരം നമുക്ക് ഈ ഫില്ലിങ് അകത്തായിട്ടൊന്ന് സീൽ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ സൈഡ് കവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സർക്കിളിൻ്റെ സൈഡ് ചേർത്ത് ലേശം ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത് ഞാൻ പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ഏറ്റവും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതൊരിക്കലും ഫെയിൽ ആവില്ല, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇനി നമ്മളുടെ ക്യാപ്സിക്കം അരിഞ്ഞത് അത് ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞു. ഞാനിപ്പോൾ സർക്കിളായിട്ട് വെച്ചതേ ഉള്ളൂ. നിങ്ങളിപ്പം സ്ട്രിപ്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ക്യാരറ്റോട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ക്യാരറ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇനി ഇതില്ലേലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ച് നമ്മൾ രക്തപ്പൂക്കളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിൽ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം വേവിക്കാൻ വെക്കുക. 20 മിനിറ്റ് കറക്റ്റാണ് കേട്ടോ. 20 മിനിറ്റിനുള്ളിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ബീഫിന് മിക്സ് വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. അങ്ങനെ 20 മിനിറ്റ്, ഞാനൊരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കിനും ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ആയോന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു 17 മിനിറ്റ് ആയപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു സ്പാച്ചില വെച്ചിട്ടോ വല്ലോ സ്പൂൺ വെച്ചിട്ടോ സൈഡ് നോക്കുക നന്നായിട്ട് ഇളകി വരുന്നുണ്ടോ എന്ന്. ഇപ്പോൾ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പൊട്ടാതെ നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, നമ്മുടെ പാനിലൊന്നും ഒരു തരി പോലും ഒട്ടി പിടിച്ചിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല ബ്രെഡ് പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. ഒന്നുകൂടെ എല്ലാം ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. 2 വശം നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. നല്ല ചൂടായിട്ട് തന്നെ കഴിച്ചോളുക. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാനായിട്ട്, നല്ല രസമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന നല്ലൊരു പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മുറിച്ച് കാണിക്കാം കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ എത്ര കറക്റ്റായിട്ടാണ് അതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ മുറിക്കുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമ്മളൊരു ബ്രെഡിനകത്ത് ഈ ബീഫെല്ലാം ഫില്ല് ചെയ്ത് കഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റാണ്. ഇതേ കണ്ടില്ലേ, നല്ല ടേസ്റ്റി നല്ല മണമാണ് കേട്ടോ. നല്ല ടെംപ്റ്റിംഗ് ആണ് ഈ സ്നാക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരോടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ കുട്ടി ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാമേ.